ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൊരു ഗിബ്ലി ആർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പെട്ടെന്നാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ തോന്നിയത്. അതുകൊണ്ട് വെറുതെ എടുത്ത ഓരോ വീഡിയോസായിരുന്നു ഇതൊക്കെ. ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് കേട്ടോ. ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്നുണ്ടെങ്കിലും നല്ല ആസ്വദിച്ചാണ് കഴിക്കൽ. എൻ്റെ വീട്ടിൽ ആർക്കും അത് ഇഷ്ടമില്ല, പക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഉച്ചക്കായപ്പോൾ ജസ്റ്റ് ഒരു മൂവി കാണാമെന്ന് കരുതി. എല്ലാ പണിയും കഴിഞ്ഞ് വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ വെറുതെ കണ്ടതാണ്. അപ്പോൾ എൻ്റെ അനിയനിട്ടത് ഈ ആനന്ദം മൂവിയായിരുന്നു. ഇതിൽ ഈ ഗിബ്ലി ആർട്ടൊക്കെ നല്ല വൃത്തിക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ആദ്യമൊന്നും നമ്മളത് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തൊരു ഭാഗങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗിബ്ലി ആർട്ട് ചെയ്യണവരും ഗിബ്ലി ആർട്ടിൻ്റെ ഉണ്ടാക്കണവർ അങ്ങനെയൊക്കെ പല മോഡലിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ഞാനും ഇന്നൊരു ഗിബ്ലി ആർട്ടൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം ഒരു എനർജിക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി കുറച്ച് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു കപ്പാണിത്. ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് വെറുതെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. ഒരു എസ്തറ്റിക് ലുക്കൊക്കെ കിട്ടും എന്ന് കരുതിക്കാണ്ടാണ് ഇതിട്ട് വന്നിരുന്നത്. പക്ഷേ ഇതെന്തായെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഏതായാലും ഒരു എനർജിക്ക് കുറച്ച് ബൂസ്റ്റ് കഴിക്കാം. ഈ ഡ്രോയിങ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ട്യൂട്ടോറിയൽ വരക്കണമെന്ന് നല്ലോണം ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ട്യൂട്ടോറിയൽ അറിയോ? കാർട്ടൂൺ മൂവീസൊക്കെ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ട്യൂട്ടോറിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം മുതലേ കാർട്ടൂൺ മൂവീസൊക്കെ ഞാൻ നല്ലോണം കാണുന്ന ആൾ തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിൽ മറ്റേ കൊച്ചു ടി വിയിൽ മായാക്കണ്ണനൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ കാർട്ടൂൺ മൂവീസുമൊക്കെ ആയി എനിക്ക് സസൂമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ ഒരു വാട്ടർ കളറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തിയതിൻ്റെ പയ്യൊരു വാട്ടർ കളർ. ഈ വാട്ടർ കളർ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ പാത്രം പുതിയതാട്ടോ, കുറച്ച് ഏറെ വെള്ളം എടുക്കാമെന്ന് കരുതി ഈ വീഡിയോക്ക്. ഈ വാട്ടർ കളർ വെച്ച് കണ്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ല സ്ലോവിൽ ചെയ്യണം. അതേപോലെ കുറച്ച് കളർ എടുത്ത് കണ്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരണം. ഭയങ്കര സ്ലോ ആയിട്ട് കാമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കളർ വാട്ടർ കളർ വെക്കരം. ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര പെട്ടെന്ന് ചെയ്യണമെന്ന് കരുതി അതൊന്നും നന്നാവാനൊന്നും പോണില്ല. അത് നല്ല സ്ലോയിൽ ചെയ്യണത് ആരാണോ ഓർക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുള്ളൂ. ഞാൻ നല്ല സ്ലോ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ചെറുപ്പം മുതലേ നല്ല സ്ലോ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാട്ടർ കളർ നല്ല മാച്ചാണ്. ഈ പർപ്പിൾ കളറ് കേക്ക് കണ്ട, ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയൊരു പർപ്പിൾ ഷെയ്ഡൊക്കെ വെച്ചിട്ട് നല്ല ഒരു ലുക്കായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രോയിങ്ങിൽ ഈ ഒരു കേക്ക് എടുത്തത്. എനിക്ക് നല്ലൊരു എസ്തറ്റിക് ലുക്കായിട്ടൊക്കെ തോന്നി. ഇതാണ് ടൊട്ടോറോനെ ഇപ്പോൾ കണ്ടാൽ ഞാൻ വരച്ചിട്ട് മനസ്സിലായില്ല എന്നൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ ഏകദേശം എൻ്റെ ഡ്രോയിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് മിനുക്ക് പരിപാടികളാണ്. അതൊക്കെ ഞാൻ പെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യൽ. എല്ലാത്തിനും കളർ കൊടുക്കൽ ഒക്കെ വാട്ടർ കളറാണെങ്കിലും പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യൽ പെന്നാണ്. എല്ലാവരും പെൻസിൽ കളറൊക്കെ യൂസ് ചെയ്യൽ, ഞാൻ കൂടുതലും ഈ പെന്നുകളാണ് യൂസ് ചെയ്യൽ. അതും ഈ കളറ് പെന്നുകൾ. എനിക്ക് ഇന്നത്തെ ഡ്രോയിങ് നല്ല കളർഫുള്ളാക്കണം, നല്ല കളറാവണം, അങ്ങനെയൊക്കെ ഓരോ തോന്നലായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നത്തെ ഡ്രോയിങ് ഞാൻ എന്ത് ചെയ്തിട്ടൊരു മെന കിട്ടണില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാമെന്ന് കരുതി. എത്രയെന്ന് കരുതി ആദ്യമേ ഇങ്ങനെ കഴിച്ചിരിക്കുക. പിന്നെ വാച്ച് അവർ ഇല്ലാഞ്ഞിട്ട് ആണ് കേട്ടോ ഞാൻ ഈ വലിയ വീഡിയോമൊക്കെ കയറിയണത്. ഇനി വാച്ച് അവർ കൂടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് ചെയ്യല്ലാതെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യണതും അതേപോലെ വലിയ വീഡിയോസ് ചെയ്യണതൊക്കെ. അങ്ങനെ ഏകദേശം ഞാൻ ഷെയ്ഡിങ് കാര്യങ്ങളിലൊക്കെ കഴിയണം കേട്ടോ ഇന്നത്തെ എൻ്റെ ഡ്രോയിങ്. എനിക്ക് ഈ പുല്ലൊക്കെ വരക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പുല്ലൊക്കെ ഭയങ്കര സിമ്പിളാണ് കളറായിട്ട് വരക്കാൻ. നമ്മൾ ആദ്യം നല്ല കുറച്ച് ലൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യുക, പിന്നെ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. വാട്ടർ കളറായിട്ട് പുല്ല് വരയ്ക്കൽ കൂടുതലും അങ്ങനെയാണ്. പിന്നെ
ഇത് നല്ലൊരു വൃത്തിയിൽ നല്ലൊരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് കുറേ മിനുക്ക് പണികളൊക്കെ ഇതിന്മേൽ ചെയ്ത് നോക്കി. പക്ഷേ എന്തുകൊണ്ടും ഒരു മെന കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ ട്യൂട്ടോറിയനെയും ആ ലിപ്പൊക്കെയാണ് കേട്ടോ. ഞാനെപ്പോൾ ലിപ്പ് വരച്ചാലും എനിക്കെന്താ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വരക്കാൻ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ലിപ്പ് കേട്ടോ. എല്ലാവർക്കും കണ്ണൊക്കെ ആയിരിക്കാരം, പക്ഷേ എനിക്ക് ലിപ്പ് വരക്കാനാണ് ഇഷ്ടം. ഇതാണ് ലാസ്റ്റത്തെ ലുക്ക്. ഇനി എൻ്റെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കണം, സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, എല്ലാതും ഒന്ന് എടുത്ത് വെക്കാനുള്ളൊരു തോന്നൽ. അപ്പം ഇതിലുള്ള കളറൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞ് ഇത് വേഗം കളറ് പിടിക്കുക കേട്ടോ. എങ്ങനെ കളറ് മായ്ച്ച് കളഞ്ഞാലും ഫുള്ളായിട്ടൊന്നും പോയി കിട്ടൂല. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാം കളറൊക്കെ മായ്ച്ച് കളഞ്ഞ് പിന്നെ ഈ പാത്രത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒഴിവാക്കി. അങ്ങനെ മൊത്തത്തിൽ ടേബിളൊന്ന് വൃത്തിയാക്കാൻ പറ്റി. എൻ്റെ കളറൊക്കെ ഞാൻ എടുത്തോടെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കളർ ചെയ്തിൻ്റെ ആവശ്യം എടുത്ത് വെക്കലൊന്നുമില്ല. അങ്ങനെ തന്നെ വലിച്ചിട്ട് പോലെയാണ്. ഇന്നിപ്പോൾ ഏതായാലും ഫുള്ള് എടുത്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഏകദേശമൊക്കെ എൻ്റെ ഡെസ്കൊക്കെ വൃത്തിയായി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.